ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഒരു 350 കിലോമീറ്റർ യാത്രയിലാണ് ബാംഗ്ലൂർ ടു കാലിക്കറ്റ്. ഞാനിങ്ങനെ ഒരു 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. അതേപോലെ ബാംഗ്ലൂർ ടു ഹൈദരാബാദ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചെറിയ എൻ്റെ സാധാ ബുള്ളറ്റ് എടുത്ത് പോയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു റൈഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ, ഹെൽത്ത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു റൈഡിൽ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഹെൽമെറ്റ് അത്യാവശ്യം ഒരു ഫുൾ കവർ ഹെൽമെറ്റ് ആയിരിക്കണം, വലിയ കുഴപ്പമില്ലാത്തൊരു ഹെൽമെറ്റ് ആയിരിക്കണം. ഇതിപ്പോൾ ഒരു 1500-2000 ഹെൽമെറ്റാണ്. ഇതുപോലെയൊക്കെ കുഴപ്പമില്ലാത്തൊരു ഫുൾ കവർ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തത്തിൽ ഫേസും തലയും കാര്യങ്ങളൊക്കെ ടോട്ടലി സേഫ് ആയിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഹാഫ് കവർ ഹെൽമെറ്റ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് എൻ്റെ പല്ലിന് റൂട്ട് കനാൽ അവർക്കും ചെയ്യേണ്ട വരുന്ന രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ റൈഡ് എന്ന് പറഞ്ഞാൽ ഇത് കാർ ഓടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന പോലെയോ അല്ല. ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വണ്ടി അത്യാവശ്യം ഒരു മെയിൻറ്റൈൻഡ് വണ്ടി ആയിരിക്കണം. ഇപ്പോൾ നിങ്ങളൊരു 1500 കിലോമീറ്റർ പോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ചെയിൻ ആണെങ്കിലും നിങ്ങളുടെ ടയറാണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടി ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എന്താ വെച്ചാൽ പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം നമ്മൾ ഓവർ സ്പീഡ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ ചെയിനൊക്കെ സേഫ് ആയിരിക്കണം, പൊട്ടിപ്പോകാനൊക്കെ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ നിങ്ങൾ എപ്പോഴും ലൂബ് ചെയ്തൊക്കെ കീപ്പ് ചെയ്യാം ചെയിൻ. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പെട്രോൾ ടാങ്ക് പരമായിട്ടുള്ള കാര്യമാണ്. ഈ ടാങ്കിൽ ഒരു 1/2 ടാങ്ക് മുതൽ ഒരു 3/4 ടാങ്ക് വരെ നിങ്ങളെപ്പോഴും പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആദ്യമായിട്ട് ഫുൾ ടാങ്ക് അടിക്കുന്ന വണ്ടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും തുരുമ്പിറങ്ങുക അല്ലെങ്കിൽ എയർ കൂടുക, ടൈറ്റ് ആവുക, അതൊക്കെ ചിലപ്പോൾ എൻജിനൊക്കെ പോകുന്ന വഴിക്കോ പണികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ഭാഗം മുതൽ 3/4 ഭാഗം വരെ എപ്പോഴും പെട്രോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പോകുന്ന വഴിക്ക് എവിടേക്കെങ്കിലൊക്കെ നമുക്കൊരു എക്സ്ട്രാ റൂട്ടൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണും പൂട്ടി നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടി. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൈക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഈ ലൈറ്റ് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പകലായിരിക്കില്ല അധികം പോവുക, ഇവിടെ ഇങ്ങനെ കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. കൈയൊക്കെ ടോട്ടലി ഇങ്ങനെ കറുത്ത് പോകാന്നുള്ളതല്ല, ആഘാതം ഏൽക്കുക എന്ന് പറയല്ലേ, ഭയങ്കരമായിട്ട് കൈയൊക്കെ ഇങ്ങനെ ഇതായി പോകാനുള്ള സാധ്യത. അതുകൊണ്ട് നിങ്ങൾ കൈ കവർ ചെയ്യുന്ന രീതിയിലൊരു ഒരു ഗ്ലൗസും അത്യാവശ്യം നല്ലൊരു ഏതെങ്കിലും ഒരു ജാക്കറ്റ് പോലുള്ള എന്തെങ്കിലും സാധനം നിങ്ങൾ ഒപ്പിക്കുക. അല്ലെങ്കിൽ ഒരു ഫുൾ കൈ ഒരു ഷർട്ടായിരിക്കുന്നത് ബെറ്റർ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലൊരു ജാക്കറ്റ് തന്നെയാണ്. അതെന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തണുപ്പാണെങ്കിലും കാറ്റാണെങ്കിലും പൊടിയാണെങ്കിലും ഒന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അതേപോലെ ഒന്ന് വീണുകയാണെങ്കിലും തന്നെ വളരെ നമ്മൾ സേഫ് ആയിരിക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ലൊരു ജാക്കറ്റാണെങ്കിൽ. ഞാൻ എൻ്റെ ബുള്ളറ്റ് വാങ്ങിച്ച സമയത്ത് ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങിച്ചൊരു ജാക്കറ്റാണിത്. അപ്പോൾ അതുപോലെയൊക്കെ എന്തെങ്കിലും ജാക്കറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തൊരു കാര്യം, ഞാൻ ഇവിടെ ഇങ്ങനെ ഈ പുതപ്പ് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ചന്തിക്കൊരു വേദന വരാണ്ട്, ഒരു പൊള്ളൽ വരും. ഈ നമ്മളെ സ്കിന്നുണ്ടല്ലോ, സ്കിന്നിങ്ങനെ വല്ലാതെ പൊള്ളുന്നൊരു ഫീലാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇതൊരു ബോറൊക്കെ ഫീൽ ഉണ്ടാകും, പക്ഷെ നമുക്ക് നമ്മളെ കാര്യം നോക്കിയതല്ലോ. അപ്പോൾ ഞാനൊക്കെ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചിന്തിക്കുക. അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എത്ര ദൂരം വേണമെങ്കിൽ പോകാൻ പറ്റും. അടുത്തൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു കുഴപ്പമില്ലാത്തൊരു മാസ്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊടി എന്തായാലും നിങ്ങൾ ഹെൽമെറ്റ് വെച്ചാലും പൊടിയടിക്കും, ഗ്ലാസ് താത്തിട്ടാലും പൊടിയടിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാസ്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പോകുന്ന യാത്രയിൽ മുഴുവൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അന്ന് രാത്രി കിടന്നുറങ്ങാൻ പറ്റും. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ഒരു മാസ്ക് ധരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യാറ്. അപ്പോൾ നമ്മൾ എത്ര സേഫ്റ്റി ഹെൽമെറ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു വലിയൊരു കുപ്പിയിൽ വെള്ളം ഉണ്ടായിരിക്കുക. ഈ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കേണ്ടതായിട്ട് നമ്മൾ വരും. അപ്പോൾ ഞാനൊക്കെ ഒരു 2 ലിറ്ററിൻ്റെ കുപ്പിയിൽ വെള്ളം വാങ്ങി അവിടെ വെച്ചേക്കും. പോകുന്ന വഴിക്ക് മൊത്തം കുടിക്കാൻ പറ്റുന്ന ലെവലിൽ. ഇത് ഒരു റൈഡ്, ഇപ്പോൾ രാവിലെ ഇറങ്ങി വൈകുന്നേരം എത്തുന്ന റൈഡാണെങ്കിൽ ആ വെള്ളം അപ്പോഴേക്കും തീർന്നിരിക്കും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കുക. അത് നിങ്ങളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളും, ഒരുപാട് കാറ്റടിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. ഇങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ പമ്പിലൊക്കെ നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വണ്ടി അത്യാവശ്യം ഒരു വെയിറ്റുള്ള വണ്ടിയാണെങ്കിൽ
ഒരു ഒരു നല്ലൊരു കനമുള്ള റോഡുമ്പിൽ ഒരു പിടുത്തമുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് പോകുമ്പോൾ വലിയ ഒരു ഇങ്ങനെ ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രശ്നം വരില്ല. ഞാൻ പണ്ട് ഗ്ലാമറൊക്കെ എടുത്തിട്ട് കുറേ യാത്ര പോകുമായിരുന്നേ. അപ്പോൾ നമ്മൾ കുഴിയിൽ വീഴുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യേണ്ട പ്രശ്നങ്ങളാണെങ്കിലൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതേപോലെ ഒരു 150cc വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഒരുപാട് ലോങ് പോകുമ്പോൾ നമുക്ക് ആ വണ്ടിക്ക് കനം ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ കനം കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും സൈഡിൽ കെട്ടി തൂക്കുക. ഇപ്പോൾ എൻ്റെ ബാഗിലൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല ബാലൻസ് ആയിട്ട് ഇത് അവിടെ പിടിച്ചു നിന്നോളും. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ നിങ്ങൾ ഒരു 2 ആളൊക്കെ ഉള്ളതാണെങ്കിലും അതും കുഴപ്പമില്ല. നല്ല രീതിയിൽ ഇങ്ങനെ ഒരു കനമുള്ള വണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ബുള്ളറ്റിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് 195 കിലോ ഉണ്ട്. മറ്റു വണ്ടികളൊക്കെ ഒരു 150, 160, 170 ഉണ്ടാവും. അപ്പോൾ ഇത് അവിടെ പിടിച്ച് നിന്നോളൂ. അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നാറുണ്ട് റോഡുമ്പിൽ. അപ്പോൾ നിങ്ങൾ ഒരു കനമുള്ള വണ്ടി നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക ഒരുപാട് ലോങ് ഒക്കെ പോകുമ്പോൾ. വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒന്നുകിൽ ഒരു ഇങ്ങനെ ഒരു USB പോർട്ട് നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഇടുന്ന സമയത്ത് ഒറ്റയടിക്ക് ബാറ്ററി ഡ്രെയിൻ ആവും. സാധാരണ ഒരു ഫോണ് ഒരു ദിവസം നിൽക്കുന്ന സ്ഥാനത്ത് ഈ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഒരു പവർ ബാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാറ്ററി ചെയ്യാനുള്ള സെറ്റപ്പോ നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടായിരിക്കാം. അത് നല്ല ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് സ്പീഡിനെ പറ്റിയാണ്. നിങ്ങൾ ഒരുപാട് ഓവർ സ്പീഡൊന്നും എടുക്കുന്നതിൽ വലിയ കാര്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ലോങ് പോകേണ്ടതാണ്. മൈൻഡൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു 60-80 ആ റേഞ്ചിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു കണക്ക് നല്ലത്. നിങ്ങൾ 100, 120 ആ ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു മൈൻഡായിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവുക. അപ്പോൾ അത് ഒരു 1 hour അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളാകെ അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ പിന്നെ ഒന്ന് സ്ലോ ആക്കുമ്പോൾ നമുക്ക് സ്ലോ ആക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. എനിക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു ലോ ഇതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ ഇതിന് മുമ്പ് ഹാർലി യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊക്കെ പറപ്പിച്ച് വിടുമായിരുന്നു. അപ്പോൾ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മൈൻഡാകെ കട്ട് ഓഫ് ആയ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അതായത് ഞാനൊരു സ്ഥലത്ത് നിർത്തിയപ്പോഴാണ് എനിക്ക് 2 കാര്യങ്ങളൂടെ പറയാൻ ഓർമ്മ വന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു മണിക്കൂർ കൂടുമ്പോഴെങ്കിലും വണ്ടി ഒന്ന് നിർത്തുക. അല്ലെങ്കിൽ ഒരു 50-100 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങളൊന്ന് നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക. ഒന്ന് മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്ഥലങ്ങളൊക്കെ നോക്കി വെക്കുക. ഒന്ന് റിലാക്സ് ആവുക. നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുക. എന്താ വെച്ചാൽ അടുത്ത് നമുക്ക് ഇനിയും ഇങ്ങനെ ഒരുപാട് യാത്ര പോകാനുള്ളതാണ്. അപ്പോൾ ഇതൊരു ചടപ്പ് യാത്രയായി പോരുത്. എന്നുവെച്ചാൽ ഒരു മടുപ്പുള്ള യാത്രയായി പോരുത്. നമ്മൾ ആസ്വദിച്ച് വേണം പോകാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യട്ടെ. നമ്മളെ ഫുഡിൻ്റെ കാര്യമാണ്. ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഴിക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ, നല്ല ഫുഡുകൾ ഇടയ്ക്കൊന്ന് കഴിക്കുക. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കരുത്. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചോറ്, ബിരിയാണി ഇങ്ങനത്തെയൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് കയറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഉറക്കം വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഡേഞ്ചറാണ്. നമ്മളങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് ഉറങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ മറിഞ്ഞു വീണ് പല പ്രശ്നങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യാം, ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഞാനൊക്കെ കഴിക്കാറ് എന്തെങ്കിലുമൊക്കെ പൂരി, പൊറോട്ട, അതേപോലെ എന്തെങ്കിലും ചെറിയ മസാല ദോശ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ്. ഞാൻ ചോറ് കഴിയുന്നത് അവോയ്ഡ് ചെയ്തത്. ചോറ് കഴിച്ചാൽ അത് കുറച്ച് ഡേഞ്ചറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങൾക്കൊരു ധൈര്യം തരാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൂളായിട്ട് ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. ഇന്ത്യയിൽ നിങ്ങൾക്കൊന്ന് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ധാരാളമാണ്. വേറെ വലിയ ടെൻഷനും കാര്യങ്ങളും നിങ്ങൾ അടിക്കേണ്ടത്. നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നമൊക്കെ, ലാംഗ്വേജ് ബാരിയറുകളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആളുകളെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മൾ തന്നെ മതി എന്നുള്ളൊരു, എല്ലാ കാര്യത്തിനും നമുക്ക് നമ്മൾ തന്നെ മതി, നമ്മൾ തന്നെ ധാരാളമാണെന്നുള്ള ഒരു കോൺഫിഡൻസിന് കാരണമാണ് ഇത് ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെയും പോയി വരാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടയറിൻ്റെ പ്രഷർ എന്ന് പറയുന്ന കാര്യം. നമ്മൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഈ ടയറിൻ്റെ പ്രഷർ ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് കുറച്ച് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ ഒഴിവായി പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമൊന്നും പറയാനാവില്ല. ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് ഫുള്ളാക്കി വെച്ച ഒരു ടയർ ഒരു 100-300 കിലോമീറ്റർ കഴിയുമ്പോൾ അതിൻ്റെ കാറ്റ് കുറയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ മറക്കാതെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു 100-300 കിലോമീറ്ററൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ടയറിൻ്റെ കാറ്റ് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മറക്കരുത്.
ഞാനൊക്കെ ഓരോ ട്രിപ്പിലും കാറ്റടിക്കും. ഐ മീൻ ഒരു 300 കിലോമീറ്ററൊക്കെ പോകുമ്പോഴേക്ക് കാറ്റടിക്കും. അതിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ആണെങ്കിലും ഞാനത് അടിച്ചിരിക്കും. എന്താ വെച്ചാൽ അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം, ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ ഇങ്ങനെ ചവിട്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ചവിട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഷൂ, ഇങ്ങനെയുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷൂ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള ഗ്രിപ്പ്, ഈ ഗ്രിപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലൊരു പിടുത്തത്തിന് കാരണമാകും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ നിർത്തുന്ന സമയത്താണെങ്കിലും ചളി കൂടി പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ നല്ലൊരു പിടുത്തം നമുക്ക് കാലിൻ്റെ ആവശ്യമാണ്, മസ്റ്റാണ്. അപ്പോൾ അതിന് നല്ലൊരു പിടുത്തമുള്ള ഒരു ഷൂ നിങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. ഒരു റൈഡർ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിയിരിക്കണം. ചെരുപ്പൊന്നിട്ട് നിങ്ങൾ റൈഡ് ചെയ്യാൻ പാടില്ല. ഇന്ത്യയുടെ പുറത്തൊക്കെ ചെരുപ്പിട്ട് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ, നമുക്ക് പിഴ വരെ കിട്ടാൻ ചാൻസുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് എന്തും ചെയ്യാം എന്ന് വെച്ച് നമ്മൾ ചെരുപ്പിട്ടും കൊണ്ട് റൈഡ് ചെയ്യുന്ന അത്ര സേഫ് അല്ല. ഷൂ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതേപോലെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു തുണി, ഇങ്ങനെ ഒരു കൈ തുടയ്ക്കാനൊക്കെ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലോ ഇടയ്ക്കൊന്ന് മുഖം കഴുകിയിട്ട് തുടയ്ക്കാനൊക്കെ പറ്റുന്നൊരു തുണി കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. ഞാൻ എൻ്റേതായ രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ നിങ്ങളുടേതായ ഇഷ്ടങ്ങളാണ്. അതേപോലെ ഞാൻ ഈ പറഞ്ഞതിൽ നെഗറ്റീവ് പറയാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ഉണ്ടാവും. ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാനിങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സഡനായിട്ട് നാട്ടിൽ പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മാസത്തിൽ 1-2 പ്രാവശ്യം ഞാൻ എന്തായാലും പോകാറുണ്ട് ബാംഗ്ലൂർ ടു കാലിക്കറ്റ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബസ്സിൻ്റെ ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ട്രെയിൻ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട്, ആ ഒരു ബുദ്ധിമുട്ട് എനിക്കിവിടെ ഓവർകം ചെയ്യാനും പറ്റും. അതേപോലെ ഒരു റൈഡിങ് ഫീൽ കിട്ടാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എൻ്റേതായ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അതേപോലെ ഞാൻ മാരീഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഹസ്ബൻഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കില്ല ചിലപ്പോൾ എൻ്റെത്. നിങ്ങളിപ്പോൾ ഒരു റൈഡർ ചങ്ക് പോലുള്ള ചെക്കന്മാരാണെങ്കിൽ 10-25 വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വ്യൂ പോയിൻ്റ് ആയിരിക്കില്ല എനിക്ക് 32 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അതേപോലെ വൺ മോർ തിങ് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഈസ് യു ഷുഡ് വെയർ എ സൺഗ്ലാസ് വൈൽ യു ആർ ഗോയിങ് ഇൻ ഡേ ടൈം. ഓക്കെ, ഇതുപോലെ ഒരു സൺഗ്ലാസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽമെറ്റ് ഒരു ബ്ലാക്കിഷ് ഷെയ്ഡ് ആണെങ്കിൽ നല്ലതാണ്. എൻ്റെത് ബ്ലാക്കിഷ് അല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൺഗ്ലാസ് ഒരു ഡേ ടൈമിൽ, ലൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നത് കാരണം. പ്രത്യേകമായിട്ട് പറയട്ടെ, വണ്ടിയുടെ മെയിൻ്റനൻസ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നല്ല ടയറ്, നല്ല എൻജിന്, നല്ല ചെയിന്, ഇതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. അതേപോലെ നമുക്ക് എപ്പോഴും വിളിച്ചാലൊക്കെ കിട്ടുന്ന ഒരു സുഹൃത്തൊക്കെ എന്നും കൂടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉറപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ഒന്ന് വിളിച്ച് കുറച്ച് സംസാരിച്ച് റിലാക്സ് ആവാൻ നോക്കുക. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് നമ്മളങ്ങ് ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് കിട്ടുന്നതാണ്. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഒരു ബാഗൊക്കെ നിങ്ങളെപ്പോഴും കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മളെ വാളറ്റ്, നമ്മളെ പേഴ്സ്, നമ്മളെ ഫോണൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ചില ആളുകൾ ഈ ബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ബോറാണെന്നുള്ള രീതിയിലൊന്നും വെക്കില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടം. പക്ഷേ എനിക്ക് ഈ പേഴ്സും ഫോണും ഇടയ്ക്കിടയ്ക്ക് ആക്സസ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു വാളറ്റ്, ഒരു ബാഗ് കൂടെ വെച്ചിട്ടുണ്ട്, ടാങ്ക് ക്യാരി ബാഗ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഞാനിവിടെ കമൻറ്റിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.